രാവിലെ വേറെ ഒരു പണിയിലൊന്നും കടന്നില്ല. മുട്ടയടിച്ച് എല്ലാം അവിടെ ഒന്ന് കഴുകി ഇറക്കി കളയാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നേരം പുലർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ കോഴീൻ്റെ സൗണ്ട് ഇത് എവിടെ നിന്നാണ്, ആർട്ടിഫിഷ്യലായിട്ട് ഇടുന്നതാണോ? അല്ല, അപ്പുറത്തെ വീട്ടിൽ കോഴിയുണ്ട്. അപ്പം ഞാനിവിടെ തൂക്കാനൊക്കെ വരുന്ന സമയത്ത് അവർ കൂട് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കോഴി വന്നിട്ട് കൂവുന്നതാണ് ആ സൗണ്ട് എനിക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലുടനീളം കോഴീൻ്റെ സൗണ്ട് ഉണ്ട്. പക്ഷേങ്കിൽ അപ്പുറത്ത് TV വെച്ചിരിക്കുന്ന കാരണം എനിക്കത് ഇടാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അതാണ്, അല്ലെങ്കിൽ ഫുള്ള് കോഴീൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് പോയിട്ട് വന്നത് കാരണം നമ്മൾ 2-3 ദിവസം ഇവിടെ ഒന്നും തൂക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നിറയെ ചവറാണ്, ഇലകളൊക്കെ നിറയെ കൊഴിഞ്ഞ് കിടപ്പുണ്ട്. അതുപോലെ റോഡിലെ പൊടിയുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡില്ല എൻ്റെ കയ്യിരിക്കുന്ന നല്ല റോസ് കളറ് നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. 100 രൂപയേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ക്ലീൻ ആവും കേട്ടോ. ഞാനിത് എല്ലാത്തിനും ഉപയോഗിക്കും. പാത്രം കഴുകാനും തറ തുടയ്ക്കുന്നതിലും കുറച്ചെടുത്ത് ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ തറ നല്ല പളപളാന്നിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പാത്രത്തിൽ ഇങ്ങനെ കിളി വിളിക്കുന്ന സൗണ്ടും കേൾക്കലുണ്ട്. അപ്പം രാവിലെ തന്നെ ഞാനിച്ചിരി ദേഷ്യത്തിലാണ്. ജിമ്മിൽ പോകുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്തൂട്ടൻ ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, വൈകുന്നേരം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ട്യൂഷനായി, പിന്നെ പഠിത്തമായി, അതൊന്നും നടക്കില്ല. അപ്പോൾ രാവിലെ 5 മണിക്ക് ഉറക്കം ജിമ്മിൽ പോയിട്ട് 6:30 വന്നിട്ട് റെഡിയായി സ്കൂളിൽ പോവാം, അതേ നടക്കുള്ളൂ എന്ന് ഞാൻ പറയുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടനോടുകൂടി ഞാൻ ജിമ്മിൽ പോകാൻ പറയാണ്. അപ്പോൾ എനിക്കും നടന്നിട്ട് വരാമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സമയമാകുമ്പോൾ ഞാൻ നടന്നിട്ട് വന്നിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തവരെല്ലാം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ എന്നാണ്. അപ്പം വണ്ണൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടത്, എൻ്റെ കൈയൊക്കെ നല്ല വണ്ണമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും അങ്ങനെ ഡയറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അപ്പം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഒരു വീഡിയോ ആക്കി ഇടാം. വെയിറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് കഴിച്ചത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ പൈനാപ്പിളൊക്കെ കഴിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ സിനിമ കാണുന്നുണ്ട്. പക്ഷേ സിനിമേൻ്റെ ക്ലിപ്പിങ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അന്നൊരു ദിവസം എനിക്ക് പണി കിട്ടി. ഭയങ്കര ഒരു കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പേടിപ്പിച്ച് എഴുതി തന്നു കേട്ടോ. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.